نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول يا أيها الناس أوصيكم وإياي أولا بتقوى الله സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. നമുക്കേവർക്കും സുപരിചിതമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ. ഒരുപക്ഷെ നമ്മളെല്ലാവരും മനഃപ്പാടമാക്കിയിട്ടുള്ളതും ചെറിയ രൂപത്തിലെങ്കിലും അതിൻ്റെ അർത്ഥവും ആശയവും ബോധ്യപ്പെട്ടതുമാണ്. കേവലം ഒരു സൂറത്ത് എന്നതിലുപരിയായി വലിയ ഒരു ചരിത്ര സംഭവത്തെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തിന്റെ ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ് സംഭവിച്ച ഒരു സംഭവം. ആ മക്കയിൽ ഉണ്ടായിരുന്ന പല ആളുകൾക്കും പരിചയമുണ്ടായിരുന്ന സംഭവം. ആ സംഭവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു സൂറത്ത് അവതരിപ്പിക്കുമ്പോൾ തീർച്ചയായും അത് കേവലം ഒരു ചരിത്ര പഠനത്തിന് വേണ്ടിയല്ല, മറിച്ച് അതൊരു ബോധ്യപ്പെടുത്തൽ കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സംരക്ഷണങ്ങൾ നൽകും എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ചില താക്കീതുകൾ നൽകുമെന്നതും, ഇത് രണ്ടും ഈ സൂറത്തിന്റെ പ്രത്യേകതയാണ്. എന്താണ് ഈ ഒരു സൂറത്തിൽ പരാമർശിക്കുന്ന സംഭവം? അസ്ഹാബുൽ ഫീലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആനക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം വിശദീകരിക്കുമ്പോൾ ആ ഒരു സംഭവത്തിൽ മാത്രം ഊന്നി നിൽക്കാനല്ല, അതിനു മുമ്പുള്ള ചില ചരിത്ര സംഭവങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
ചരിത്രം വായിക്കുമ്പോൾ യമൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, ആ യമനിലെ രാജാക്കന്മാരായിരുന്നു തുബ്ബ രാജാക്കന്മാർ. ഈ രാജാക്കന്മാർ യമൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അന്ന് യമനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക സ്ഥിതിയുണ്ട്. അവർക്കാകട്ടെ വലിയ ഒരു സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടിയുള്ള ഒരു അണക്കെട്ടുമുണ്ട്. അവരുടെ നാട്ടിലെ കൃഷിക്കും അയൽ നാടുകളിലേക്ക് കടം കൊടുത്തുകൊണ്ടുമൊക്കെ ആ ഒരു രാജ്യം സമ്പൽ സമൃദ്ധമായി കൊണ്ടിരിക്കും. എന്നാൽ അവർക്ക് സമ്പത്ത് ലഭിക്കുമ്പോൾ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിന് പകരം അവർ നന്ദികേട് കാണിക്കാൻ തുടങ്ങി. അള്ളാഹുവിന് എതിരായി ജീവിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും അള്ളാഹു അവർക്കെതിരെ ഒരു പരീക്ഷണം ഇറക്കി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അവർ അവരുടെ വലിയ അസറ്റായി കണ്ടിരുന്ന ആ ഒരു അണക്കെട്ട് പൊട്ടുകയാണ്. അത് പൊട്ടി അതിലുള്ള വെള്ളം ഒലിക്കുകയും ഒരുപാട് ആളുകൾ ആ വെള്ളത്തിൽ പെടുകയും എന്നു വേണ്ട പല ആളുകളും ആ നാട് വിട്ടുകൊണ്ട് പോകേണ്ടി വരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള സംഭവമാണ് പറയുന്നത്. അങ്ങനെ യമനിൽ നിന്ന് പല ആളുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി. ചില ആളുകളാകട്ടെ അന്ന് അറബിയയിലുള്ള യസ്രിബ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് വന്നു. യസ്രിബ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മദീന. ഇന്നത്തെ മദീനയുടെ പഴയ പേരാണ് യസ്രിബ്. ഈ യസ്രിബിലേക്കും അവർ വന്നു, അവിടെ താമസം തുടങ്ങി. കാലങ്ങൾ പിന്നെയും കഴിഞ്ഞു. യമൻ വീണ്ടും ഒന്ന് പൂർവസ്ഥിതിയിലായപ്പോ അവിടെയുണ്ടായിരുന്ന തുബ്ബ രാജാക്കന്മാരിൽപ്പെട്ട ഒരാൾ തങ്ങളുടെ നാട്ടിൽ നിന്നും അകന്നു പോയിട്ടുള്ള ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടാനും അവരെ തിരിച്ചു കൊണ്ടുവരാനും പരിശ്രമിച്ചു. അങ്ങനെ എല്ലാവരെയും വിളിച്ചു. പക്ഷേ യസ്രിബുകാരായ ആളുകൾ അവരവിടെ തന്നെ കൂട്ടി. ഇത് ഈ തുബ്ബ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. അയാൾ വലിയ ഒരു സൈന്യവുമായിട്ട് യസ്രിബ് ആക്രമിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, വലിയ ഒരു യുദ്ധം നടന്നു. ഈ യമൻ രാജാവിന്റെയും പരിവാരങ്ങളുടെയും അടുക്കൽ വലിയ വലിയ ആയുധങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. എന്നാൽ യസ്രിബുകാരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷിക്കാരായതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള കൃഷിയുടെ ആയുധങ്ങൾ മാത്രമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. എന്നിട്ടും ആ യുദ്ധം ദിവസങ്ങളോളം നീണ്ടു. ആ യുദ്ധത്തിനെ കുറിച്ച് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. പകലിൽ രണ്ടു കൂട്ടരും തമ്മിൽ ശക്തമായ യുദ്ധമായിരുന്നു. എന്നാൽ രാത്രിയായി കഴിഞ്ഞാൽ ഈ യസ്രിബുകാരായ ആതിഥേയ മര്യാദകൾ ധാരാളമായി പാലിക്കുന്ന അവർ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഈ തുബ്ബ രാജാവിനും അയാളുടെ കൂടെയുള്ള സൈനികന്മാർക്കും എല്ലാം എത്തിച്ചു കൊടുത്തു. പകലിൽ യുദ്ധം ചെയ്യാം, രാത്രി അവർക്ക് ഭക്ഷണം കൊടുക്കും. ഇങ്ങനെ വരെ സംഭവിച്ചു. ദിവസങ്ങൾ നീണ്ടിട്ടും ഈ യസ്രിബുകാരെ പരാജയപ്പെടുത്താൻ തുബ്ബ രാജാവിന് കഴിയുന്നില്ല. അതിനിടയിലാണ് അന്ന് യസ്രിബിൽ നിലകൊണ്ടിരുന്ന ജൂത കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജൂത പുരോഹിതന്മാരിൽപ്പെട്ട രണ്ടാളുകൾ ഈ തുബ്ബ രാജാവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ നാട് പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തിലാണല്ലോ. എന്നാൽ നിങ്ങൾക്ക് അതിനൊരിക്കലും കഴിയില്ല. ഈ നാട് ഒരു പ്രവാചകനെ കാത്തിരിക്കുന്ന നാടാണ്. ഈ നാട്ടിലേക്ക് ഒരു പ്രവാചകന്റെ വരവ് വരാനുണ്ട് എന്നത് ഞങ്ങൾ വേദങ്ങളിലൂടെ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിനെ പിടിച്ചെടുക്കുവാനോ ഇതിനെ ഇല്ലാതാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാട്ടിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരാം, നല്ല നല്ല കെട്ടിടങ്ങൾ ഉണ്ടാക്കി തരാം. ഒരു പക്ഷേ പിൽക്കാലഘട്ടത്തിൽ ഒരു പ്രവാചകൻ കടന്നു വരുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ ബിൽഡിങ്ങിൽ ഒരു പക്ഷേ താമസമാക്കുകയും ചെയ്യും. അങ്ങനെ ഈ ജൂത പുരോഹിതന്മാർ അവരുടെ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഈ തുബ്ബ രാജാവിനെ അറിയിച്ചു കൊടുത്തു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഈ തുബ്ബ രാജാവ് ജൂതമതം സ്വീകരിച്ചു. അയാൾ ജൂതമതം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, അയാൾ തിരിച്ചു പോകുന്ന സമയത്ത് രണ്ട് പുരോഹിതന്മാരെയും യമനിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് യമനിലെത്തി. അന്ന് യമനിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളായിരുന്നു. അഥവാ ഈസാ നബി അലൈഹിസ്സലാം എന്താണോ പ്രബോധനം ചെയ്തത് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു.
ഈ തുബ്ബ രാജാവ് കൊണ്ടുവന്ന ജൂത പുരോഹിതന്മാർ അവർ ജൂതമതം പ്രബോധനം ചെയ്യാൻ തുടങ്ങി. ആളുകളൊക്കെ കുറച്ചൊക്കെ മാറ്റം വരാൻ തുടങ്ങി. പല ആളുകളും ജൂതമതത്തിലേക്കൊക്കെ വന്നു. പക്ഷേ ഈ തുബ്ബ രാജാവ് മരണപ്പെട്ടപ്പോ പിന്നീട് അവിടെ ഭരണാധികാരം ഏറ്റെടുത്തത് ദൂനുവാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ക്രൂര മനസ്സിന്റെ ഉടമയായിരുന്നു അയാൾ. അയാളാകട്ടെ ആളുകൾക്ക് പ്രബോധനത്തിനേക്കാൾ കാർക്കശ്യത്തോടുകൂടി നിയമപരമായി കൊണ്ടാണ് എല്ലാവരും ജൂതമതത്തിലേക്ക് വരണമെന്ന് തീരുമാനിച്ചത്. ബലപ്രയോഗത്തിലൂടെ ജൂതമതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കി. അതിനെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണുവാൻ സാധിക്കും. ആളുകൾ സ്വീകരിക്കാത്തതിന്റെ പേരിൽ ജൂതമതം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒറ്റ കാരണത്താൽ 20,000-ഓളം ആളുകളെ വലിയ ഒരു കിടങ്ങ് കുടിച്ച് ആ കിടങ്ങിലേക്ക് ഇട്ടുകൊണ്ട് കത്തിച്ചു കളഞ്ഞു. അതിനെക്കുറിച്ച് ആ ഖുർആനിൽ പറയുന്നത് അസ്ഹാബുൽ ഉഖ്ദൂദ് അന്നാരി ദാതിൽ വഖൂദ്. ഖുർആൻ ഓതുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. കിടങ്ങിന്റെ ആളുകൾ എന്ന് പറയുന്ന സംഭവം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെ 20,000-ഓളം ആളുകളെ അയാൾ കൊല്ലാൻ നോക്കി. അതിൽ നിന്ന് ഒരേ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. ദൂ സഅലബാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാൾ വേഗം അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അന്നത്തെ ക്രിസ്ത്യാനികളുടെ നേതാവായിട്ടുള്ള കൈസർ രാജാവിന്റെ അടുക്കിലേക്ക് ചെന്നു. എന്നിട്ട് കൈസർ രാജാവിനോട് ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. ഞങ്ങൾ യമനിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് യഥാർത്ഥ മതമനുസരിച്ചുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെയുള്ള ദൂനുവാസ് എന്ന് പറയുന്ന ആ ഒരു രാജാവിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അന്ന് കൈസർ രാജാവ് എന്ന് പറഞ്ഞാൽ ചക്രവർത്തിയാണ്, ഒരുപാട് രാജ്യങ്ങളുടെ നേതാവാണ്. ഈ കൈസർ രാജാവിന്റെ കീഴിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു അബ്സീനിയ എന്ന് പറയുന്ന പ്രദേശം. ഈ അബ്സീനിയയിലെ രാജാവായിരുന്നു നജ്ജാശി രാജാവ്. നജ്ജാശി രാജാവിന് കൈസർ രാജാവ് ഒരു കത്തയക്കുകയാണ്. നിങ്ങൾ ഒരു സൈന്യത്തെ ഈ യമനിലേക്ക് പറഞ്ഞേക്കണം. ഈ തരത്തിൽ നടത്തുന്ന തെറ്റുകളൊക്കെ, ബലപ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കണം. നിർബന്ധ മതപരിവർത്തനം ഇല്ലാതാക്കണം. ഈ രൂപത്തിൽ ചില കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് കൈസർ രാജാവ് അബ്സീനയിലെ രാജാവായിരുന്ന നജ്ജാശി രാജാവിന് കത്തയച്ചു. നജ്ജാശി രാജാവ് കത്ത് സ്വീകരിച്ചു എന്ന് മാത്രമല്ല, തന്റെ സൈന്യനായകനായ അരിയാത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയെയും ഒരു പറ്റം സൈന്യത്തെയും യമനിലേക്ക് പറഞ്ഞയച്ചു. ഈ അരിയാത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബ്രഹത്ത്. അരിയാത്ത് എന്ന് പറയുന്ന സൈന്യനായകന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി. നജ്ജാശി രാജാവ് ഏൽപ്പിക്കുന്നത് അരിയാത്തിനെയാണ്. അങ്ങനെ അരിയാത്തും സൈന്യവും ഒക്കെ ആയിക്കൊണ്ട് യമനിലേക്ക് ചെന്നു. ഇങ്ങനെ ഒരു സൈന്യം വരുന്നുണ്ട് എന്നറിഞ്ഞതും യമനിലെ ഭരണാധികാരിയായിരുന്ന ദൂനുവാസ് കടലിൽ ചാടിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു. പിന്നീട് അവര് ചെല്ലുമ്പോൾ യമൻ പൂർണ്ണമായിക്കൊണ്ട് ഈ ബലപ്രയോഗങ്ങളെല്ലാം ഒഴിവാക്കി. അവിടുത്തെ ചില അധികാരങ്ങൾ ഈ അരിയാത്തിന്റെ കയ്യിലായി. എന്നാൽ അരിയാത്ത് ഈ ഭരണം ഏറ്റെടുക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന അബ്രഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേരും തമ്മിൽ തർക്കമായി. അവസാനം രണ്ട് ചേരിയാകുന്ന ഒരവസ്ഥയുണ്ടായി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. ആ സമയത്ത് അരിയാത്ത് പറയുന്നുണ്ട്, നമ്മൾ രണ്ട് ചേരിയായി യുദ്ധം ചെയ്യണ്ട, നമ്മൾ രണ്ടുപേരും തമ്മിൽ യുദ്ധം ചെയ്യും. ആരാണോ വിജയിക്കുന്നത് അവർ യമന്റെ ഭരണാധികാരിയായി. അബ്രഹത്ത് സമ്മതിച്ചു. അരിയാത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റും വെയിറ്റുള്ള കരുത്തനായ ഒരാളായിരുന്നു. അബ്രഹത്താകട്ടെ കുറിയ ഒരു മനുഷ്യൻ, കുറിയ ഒരാൾ, നല്ല തടിച്ചുകൊണ്ട് ശാരീരികമായ കഴിവുകളൊന്നും ഇല്ലാത്ത ഒരാൾ. അരിയാത്താകട്ടെ യുദ്ധം തുടങ്ങി. രണ്ടുപേരും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം തുടങ്ങിയപ്പോഴേക്ക് തന്നെ അരിയാത്ത് ഒരു വെട്ട് അബ്രഹത്തിന്റെ തലക്ക് വെട്ടി. അബ്രഹത്ത് അവിടെ വീടുപോയി. പക്ഷേ അബ്രഹത്ത് കുടില ബുദ്ധിയുള്ള ആളായിരുന്നു. അയാൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ അരിയാത്തിനെതിരെ പ്രവർത്തിക്കാൻ. അങ്ങനെ മറഞ്ഞു നിൽക്കുന്ന ശത്രു വന്നുകൊണ്ട് അരിയാത്തിനെ കൊലപ്പെടുത്തി. അങ്ങനെ അവിടുത്തെ ഭരണാധികാരിയായി അബ്രഹത്ത് എന്ന് പറയുന്ന ഭരണാധികാരി വരും. അബ്രഹത്ത് ഭരണാധികാരിയായെങ്കിലും നജ്ജാശി രാജാവിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത ഒരു പ്രയാസം ഉണ്ടാക്കി. കാരണം നജ്ജാശി രാജാവ് പറഞ്ഞയച്ച ആളിനെയാണ് ഈ അബ്രഹത്ത് കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അബ്രഹത്തിനെതിരെ നജ്ജാശി രാജാവ് പുറപ്പെടാൻ തീരുമാനിച്ചു.
ഈ നജ്ജാശി രാജാവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അബ്രഹത്ത് ഉണ്ടാക്കിയ ഒരു ക്രിസ്തീയ ദേവാലയം ഉണ്ടായിരുന്നു. അതിന്റെ പേരാണ് കുല്ലൈസ്. നമ്മൾ അസ്ഹാബുൽ ഫീലിന്റെ ചരിത്രം പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങി. ഇത്രയും ആമുഖം പറയാനുള്ള കാരണം, ഒരു സുപ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റ സമയത്ത് അബ്രഹത്തിന് തോന്നിയതല്ല ഈ കഅബ പൊളിക്കണം എന്നുള്ളത്, മറിച്ച് അതിനൊരു ചരിത്രമുണ്ട്. ആ ചരിത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. ആ ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ സംഭവം ഇനി അങ്ങോട്ടാണ്. കുല്ലൈസ് എന്ന് പറയുന്ന വലിയ ഒരു ക്രിസ്തീയ ദേവാലയം ഈ അബ്രഹത്ത് ഉണ്ടാക്കി. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരും. ആളുകളുടെ അടുത്തേക്കെല്ലാം ഓരോ ഗോത്രങ്ങളിലേക്കും ആളുകളെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരും. ഇനി വേറെ ഒരു ദേവാലയവും വേണ്ട, ഒരു ആരാധനാലയവും വേണ്ട, എല്ലാവരും ഇവിടെ വരും. ഇവിടെ നിങ്ങൾക്ക് ആരാധിക്കാം, നല്ല നല്ല സൗകര്യങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഈ ഒരു കുല്ലൈസ് ആളുകൾക്ക് തുറന്നു കൊടുത്തു. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, അറബികളായ ആരും തന്നെ അങ്ങോട്ട് വന്നില്ല. അവരെല്ലാവരും ഞങ്ങൾക്ക് കഅബ മതി എന്ന നിലക്കാ ഉണ്ടായിരുന്നത്. കഅബയോളം വലിയ സ്ഥാനം മറ്റൊന്നിനുമില്ല എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അവർ ശിർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർ വന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് അതിന്റെ ഉള്ളിൽ മാലിന്യങ്ങളാക്കുകയും അതിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തീപ്പൊരി വന്ന് ആ ഒരു കുല്ലൈസ് തകർന്നു പോകുകയും ചെയ്യും. സ്വാഭാവികമായും യമനിലെ അന്നത്തെ ഭരണാധികാരിയായ അബ്രഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കി. അറബികൾ താൻ ഉണ്ടാക്കിയ ദേവാലയത്തിലേക്ക് വന്നില്ല എന്ന് മാത്രമല്ല, അത് നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തത്. ഇനി ഒരിക്കലും തന്നെ അവർക്ക് അവിടെ ഒരു ദേവാലയത്തിന്റെ ആവശ്യമില്ല. അവർക്ക് കഅബയുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും അഹങ്കാരമുള്ളത്. എന്നാൽ ആ കഅബ ഇന്ന് തകർത്ത, കഅബ ഇല്ലാതാക്കുക, ഈ ഒരു ലക്ഷ്യത്തിലാണ് അബ്രഹത്ത് പുറപ്പെടുന്നത്, യമനിൽ നിന്ന് പുറപ്പെടുന്നത്. അന്ന് അബ്രഹത്ത് ഇറങ്ങുമ്പോൾ അയാളുടെ കൂടെ 60,000 ആളുകൾ ഉണ്ടായിരുന്നു. 60,000 ആളുകൾ. ഞാൻ ഈ ചരിത്രം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് ജനിക്കുമ്പോൾ അന്നത്തെ മക്കയുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ 4000-ൽ താഴെയാണ്. 4000-ൽ താഴെ മാത്രമാണ് മക്കയുടെ ജനസംഖ്യ. അതിനിടയിലാണ് 60,000-ഓളം വരുന്ന ഒരു സൈന്യവുമായി കൊണ്ട് അബ്രഹത്ത് വരുന്നത്. അത് വരിക എന്ന് മാത്രമല്ല, വരുന്ന ഭാഗങ്ങൾ ഏതെല്ലാം ഗോത്രങ്ങളുണ്ടോ അതെല്ലാം കൊള്ളയടിച്ചുകൊണ്ടും അവരെയെല്ലാം തങ്ങളുടെ അടിമയാക്കിക്കൊണ്ടും ഒരു വലിയ സൈന്യമായി കൊണ്ടാണ് വരുന്നത്. ആ ഒരു സൈന്യത്തിന് അസ്ഹാബുൽ ഫീൽ, ആനപ്പട എന്ന് പേര് വരാനുണ്ടായ കാരണം ആ കൂട്ടത്തിൽ 12 ആനകൾ ഉണ്ടായിരുന്നു. 12 ആനകൾ. അതിൽ ഏറ്റവും വലിയ ആന, ആ ആനയുടെ മുകളിലാണ് അബ്രഹത്ത് ഇരുന്നത്. ആ ആനക്ക് അയാൾ പേരും കൊടുത്തു മഹ്മൂദ് എന്നുള്ള പേര്. മഹ്മൂദ് എന്നുള്ള പേരും കൊടുത്തു. അങ്ങനെ അയാൾ ആ ഒരു ആനയുമായിട്ട് വരികയാണ്. അയാൾക്ക് അറിയൂല മക്ക എവിടെയെന്ന് അറിയൂല. പല ആളുകളെയും തകർത്തുകൊണ്ടും ചില ആളുകളെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ടും അയാൾ വന്നു. അങ്ങനെ മക്ക എത്തുന്നതിന്റെ തൊട്ട് മുമ്പ് വാദി മുഖമ്മസ് എന്ന് പറയുന്ന പ്രദേശം, ഇന്നത്തെ അറഫയോട് അടുത്തിട്ടുള്ള പ്രദേശം, അവിടെ എത്തിയ സമയത്ത് അയാൾ മക്കയിലുണ്ടായിരുന്ന പലരുടെയും പലതും കൊള്ളയടിച്ചു. അതിൽ അന്നത്തെ കഅബയുടെ ഭരണാധികാരിയായിരുന്ന, അല്ലെങ്കിൽ കഅബയുടെ മേൽനോട്ടക്കാരനായിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ 200ഓളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഈ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ ആരാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പയാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ 200ഓളം ഒട്ടകങ്ങളും ഇയാൾ പിടിച്ചു. ഇതറിഞ്ഞ ഉടനെ അബ്ദുൽ മുത്തലിബ് അങ്ങോട്ട് വരികയാണ്. ചരിത്രത്തിൽ കാണാൻ പറ്റും, ഈ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ നല്ല താടിയൊക്കെയുള്ള, കാണാൻ നല്ല സൗന്ദര്യമുണ്ടായിരുന്ന, ആരും ഒന്ന് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ബഹുമാനം കൊടുക്കുന്ന വ്യക്തിത്വമായിരുന്നു. അബ്ദുൽ മുത്തലിബ് കാണാൻ വേണ്ടി വന്നു എന്നറിഞ്ഞപ്പോഴേക്കന്നെ അബ്രഹത്ത് നല്ല സ്വീകരണങ്ങൾ ഒരുക്കി. അങ്ങനെ അബ്ദുൽ മുത്തലിബ് വന്നിരുന്നു. അബ്രഹത്തിന്റെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഒരു കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടത്താൻ വേണ്ടിയാണ് അബ്ദുൽ മുത്തലിബ് വന്നിട്ടുള്ളത്. സംസാരം തുടങ്ങിയ സമയത്ത് തന്നെ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ പിടിച്ചിട്ടുള്ള 200 ഒട്ടകങ്ങൾ ഉണ്ടല്ലോ, അത് ഇന്നതാ, അത് നിങ്ങൾ എനിക്ക് തരണം, അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് കേട്ടതും അബ്രഹത്ത് എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾ മാന്യനാണെന്ന് വിചാരിച്ചു, നിങ്ങളുടെ ദേവാലയത്തിന്റെ വിഷയത്തിൽ കഅബയുടെ കാര്യത്തിൽ എന്തെങ്കിലും പറയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങൾ ഒന്നും പറയാതെ
നിങ്ങളുടെ ആവശ്യം മാത്രം നിങ്ങൾ പറയാണ്. നിങ്ങളുടെ സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമാണോ നിങ്ങൾ പറയുന്നത്? ആ വാക്ക് അബ്രഹത്ത് പറഞ്ഞ ഉടനെ അബ്ദുൽ മുത്തലിബ് പറയുന്ന ഒരു വാചകം ഹദീസുകളിൽ കാണാൻ പറ്റും. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പറയാണ്, ആന റബ്ബുൽ ഇബിൽ, നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുള്ള ഒട്ടകങ്ങളില്ലേ, ആ ഒട്ടകങ്ങളുടെ രക്ഷിതാവ് ഞാനാണ്, ആ ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്. വൽ ബൈത്ത് ലഹു റബ്ബുൻ, നിങ്ങൾ പറഞ്ഞ കഅബല്ലേ, ആ കഅബക്ക് ഒരു റബ്ബുണ്ട്. യംനഉഹു മിൻക, നിന്റെ അടുക്കൽ നിന്ന് അത് അള്ളാഹു സംരക്ഷിച്ചുകൊള്ളും, ആ റബ്ബ് സംരക്ഷിച്ചുകൊള്ളും. ഇവിടെ ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന സമയത്ത് അബ്ദുൽ മുത്തലിബ് അടക്കമുള്ള ആളുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അവർ അള്ളാഹിനെ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് പൂർണ്ണമായി അംഗീകരിച്ചവരാണ് എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈ അബ്ദുൽ മുത്തലിബും അബ്രഹത്തും സംസാരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ട് തന്നെയില്ല. പിന്നെ ഈ അബ്ദുൽ മുത്തലിബ് ഏതൊരു റബ്ബിനെ കുറിച്ചാണ് പറഞ്ഞത്? അവിടെയാണ് ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും വിശദീകരിക്കുന്നത്. ഏതൊരു റബ്ബിനെയാണോ നമ്മൾ ആരാധിക്കുന്നത് അതേ റബ്ബിനെ തന്നെയാണ് അയാള് പറഞ്ഞിട്ടുള്ളത്, ആ റബ്ബിനെ തന്നെയാണ് സൂചിപ്പിച്ചത്. ഏതായിരുന്നാലും അവിടുന്ന് അബ്ദുൽ മുത്തലിബ് വീണ്ടും ചോദിച്ചു. അബ്ദുൽ മുത്തലിബിനോട് വീണ്ടും അബ്രഹത്ത് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കഅബനെ കുറിച്ചൊന്നും പറയാല്ല, അതിനെ തടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമല്ല? ആ സമയത്ത് വീണ്ടും അബ്ദുൽ മുത്തലിബ് പറയാണ്, അതിന്റെ കാര്യം ആ റബ്ബിലേക്ക് വിടുന്നു, ബാക്കിയൊക്കെ നിന്റെ കാര്യം റബ്ബ് നോക്കിക്കോ. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. എന്നിട്ട് അബ്ദുൽ മുത്തലിബ് മക്കയുടെ ഭാഗത്തേക്ക് ചെന്നു, ആളുകളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി. എന്നിട്ട് എല്ലാവരോടും ആ കഅബത്തിന്റെ പരിസരത്ത് നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞു. മലകളുടെ ഭാഗങ്ങളിലേക്ക്, മലയിടുക്കുകളിലേക്ക് മാറാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരെയും അങ്ങോട്ട് മാറ്റി. കാരണം അവർക്കറിയാം കഅബ പൊളിക്കാനായി വന്നാൽ തീർച്ചയായും അവിടെ വലിയ ഒരു സംഭവം വരാനിരിക്കുന്നു. എങ്ങനെ എല്ലാവരും അവിടുന്ന് മാറി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അബ്രഹത്തും സൈന്യവും കഅബയുടെ ഭാഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ഈ വാദി മുഖമ്മസിൽ നിന്ന് കഅബയുടെ ഭാഗത്തേക്ക് ഈ ആനകളെ തിരിച്ചാൽ ആനകൾ അവിടുന്ന് അനങ്ങൂല. അവിടുന്ന് കാലുകൾ അനക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ യമന്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഷാമിന്റെ ഭാഗത്തേക്കോ ഏത് ഭാഗത്തേക്ക് തിരിച്ചാലും അതങ്ങോട്ട് തിരിഞ്ഞു പോകുകയും ചെയ്യും. മുന്നിലേക്ക് കഅബയുടെ ഭാഗത്തേക്ക് തിരിച്ചാൽ അത് വരുന്നില്ല. എത്ര അതിനെ മർദ്ദിച്ചിട്ടും അതിനെ വിളിച്ചിട്ടും അതിനെ സ്വാധീനിച്ചിട്ടും ഒന്നും അത് അനങ്ങാത്തൊരവസ്ഥയുണ്ട്. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പറ്റം പക്ഷികളെ പറഞ്ഞയക്കുന്നത്. ഒരു പറ്റം പക്ഷികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയക്കണം. സമുദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ കുരുവികളോളം വലിപ്പമുള്ള പക്ഷികൾ. ചില ആളുകളെങ്കിലും വിചാരിച്ചിട്ടുള്ളത് വലിയ ആനകളെ തകർക്കേണ്ടതാണല്ലോ, അപ്പൊ വലിയ ആനറാഞ്ചി പക്ഷികളായിരിക്കുന്ന അല്ല. നമ്മൾ ഖുർആൻ പരിശോധിച്ചു നോക്കുമ്പോ, അതിന്റെ തഫ്സീറുകൾ പരിശോധിച്ചു നോക്കുമ്പോ ചെറിയ രൂപത്തിലുള്ള പക്ഷികളുണ്ടായിരുന്നു. ചെറിയ പക്ഷികൾ. ആ പക്ഷികളുടെ കയ്യിലൊക്കെ അതിന്റെ കൊക്കിലും അതേപോലെ തന്നെ 2 കാലുകളിലുമായിക്കൊണ്ട് കടലമണിയോളം വലിപ്പമുള്ള കല്ലുകൾ ഉണ്ടായിരുന്നു. കടലമണിയോളം വലിപ്പമുള്ള കല്ലുകൾ. ആ കല്ലുകളുമായിട്ട് അത് വരികയും അതിന്റെ മുകളിൽ നിന്ന് അത് താഴേക്കിടുകയും ചെയ്യും. അത് വന്ന് പതിച്ച ഭാഗങ്ങളെല്ലാം കത്തിപ്പോകുന്നൊരവസ്ഥ, ആകെ തുളഞ്ഞു പോകുന്നൊരവസ്ഥ. ഈ ഒരു സംഭവത്തെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അന്ന് ആ യുദ്ധത്തിൽ പങ്കെടുത്ത പലരെയും സഹാബിമാര് പിന്നെ കണ്ടു. അവരിൽ പല ആളുകൾക്കും കാഴ്ചയുണ്ടായിരുന്നില്ല. അവരിൽ പല ആളുകൾക്കും ശാരീരികമായ വൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ നേതൃത്വം കൊടുത്ത അബ്രഹത്ത് ആ യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിനെ അവിടെ വെച്ചുകൊണ്ട് ഒരു സാക്ഷിയാക്കുകയാണ്. അവൻ കൊണ്ടുവന്ന സൈന്യം മുഴുവൻ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക്, മഅകൂൽ, ഖുർആനിന്റെ പ്രയോഗമാണ്, ആ രൂപത്തിലേക്ക് മാറ്റി. പിന്നെ അവൻ അവിടെ നിന്ന് പോകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് അവനൊരു രോഗം വരുത്തി. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, അവൻ നടന്നുപോയി ഏകദേശം യമനിലേക്ക് എത്തുന്നതിന് മുമ്പ് അവന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കൊഴിഞ്ഞ്
അവൻ പിന്നെ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് അവൻ അങ്ങനെ മരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു പരീക്ഷണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫീലിലൂടെ നമ്മെ പഠിപ്പിക്കുന്നതെങ്കിൽ ഈ ഒരു സൂറത്തിന്റെ അർത്ഥം കൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അലം തറ, താങ്കൾ കണ്ടില്ലയോ, കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, ആ ആനക്കാരുടെ വിഷയത്തിൽ എങ്ങനെയാണ് നിന്റെ രക്ഷിതാവ് പ്രവർത്തിച്ചത് എന്ന് നീ കണ്ടില്ലയോ? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതിനു മുമ്പുണ്ടായിരുന്ന പല ആളുകൾക്കും ബോധ്യപ്പെടുത്തുകയാണ്. രണ്ടാമതായി കൊണ്ട് അല്ലാഹു പറയുന്നു, അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അവരുടെ ആ ഒരു കൈദ്, അവരുടെ തന്ത്രം, ഈ കഅബ പൊളിക്കുക എന്ന ഒരു തന്ത്രത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് വഴിവിടവിലാക്കി. വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. അവരുടെ അടുക്കിലേക്ക് കൂട്ടം കൂട്ടമായിട്ടുള്ള പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചു. ഈ അബാബീൽ പക്ഷികൾ എന്നല്ല, അബാബീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായിട്ടുള്ളത്. അങ്ങനെ കൂട്ടം കൂട്ടമായിട്ടുള്ള ചെറിയ പക്ഷികൾ, ചെറിയ കുരുവികളോളം വലിപ്പമുള്ള പക്ഷികൾ, അങ്ങനെയുള്ള പക്ഷികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ടോ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുത്ത കല്ലുകളെ കൊണ്ട് അവരെ എറിയുകയും ചെയ്തു. തർമീഹിം എന്ന് പറഞ്ഞാൽ റമാ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു. തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ, ചുട്ടുപഴുത്തിട്ടുള്ള കല്ലുകളെ ആ സൈന്യത്തിനെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിക്കുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, അങ്ങനെ അവരെ തിന്നപ്പെട്ട വൈക്കോൽ കൂന പോലെയാക്കി. വൈക്കോല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ എത്ര എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇങ്ങനെ കുറേ പാറി കിടക്കുന്നുണ്ടാവും. ഒരു സൈന്യം വന്നിട്ട് 60,000-ഓളം വരുന്ന ആളുകൾ വന്നിട്ട് എല്ലാവരും ചത്തൊടുങ്ങിയ ഒരവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മാറ്റി. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ, ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ അസ്ഹാബുൽ ഫീലിന്റെ വിഷയത്തിൽ, അബ്രഹത്തിന്റെ വിഷയത്തിൽ, ആനക്കാരുടെ വിഷയത്തിൽ ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? അള്ളാഹുവിന്റെ ദീനിനെ തകർക്കുവാനോ അള്ളാഹുവിന്റെ ഏതെങ്കിലും ചിഹ്നങ്ങളെ ഇല്ലാതാക്കുവാനോ ആര് പരിശ്രമിച്ചാലും അത് നടക്കും. വിശ്വാസികൾ ഈ ചരിത്രം, ഈ സൂറത്തുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നിരാശയല്ല വേണ്ടത്. ഈ ദീനിനെ തകർക്കാൻ, ഇസ്ലാമിനെ ഇല്ലാതാക്കാൻ, മുസ്ലിമായി എന്നുള്ള ഒറ്റ കാരണത്താൽ കൊല ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടില്ലാതെ ഈ ഒരു സൂറത്ത് മനസ്സിലാക്കണം. ഒരു വലിയ സൈന്യം 60,000-ഓളം വരുന്ന ആളുകൾ, അന്നത്തെ ആളുകൾ വളരെ തുച്ഛമായ ഒരു വിഭാഗത്തിനെതിരെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴും അവരിൽ ഒരാൾ പോലും ഒന്നും ചെയ്യേണ്ടതില്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചിട്ടുണ്ട്. അല്ലാഹ് സംരക്ഷിക്കാൻ റെഡിയാണ്. അതെല്ലാ അർത്ഥത്തിലും ഉണ്ടാവും. അതൊരു പക്ഷേ പക്ഷികളെ പറഞ്ഞയച്ചുകൊണ്ട് തന്നെ ആവണമെന്നില്ല എന്ന് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിരന്തരമായ വാർത്തകൾ കേട്ടിരുന്നു. അന്ന് പലരും പറഞ്ഞു അത് ഫലസ്തീനികളുടെ പ്രാർത്ഥനയാണെന്ന്. നമ്മളും ഒരു ഖുത്ബ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അള്ളാഹുവിന്റെ ശിക്ഷയാണെന്നും അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്നും പലരും വ്യാഖ്യാനിച്ചു. ഞാൻ അതിലേക്കൊന്നുമല്ല പോകുന്നത്. പക്ഷേ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീയിനെ അവരെ കൊണ്ട് പരീക്ഷിച്ചുവെങ്കിൽ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫലസ്തീനികളെ കൊല ചെയ്തുകൊണ്ടിരുന്നത് ആരാണോ അവർക്കെതിരെയാണ്. ഒരു പക്ഷെ അതിനെതിരെയും പലരും പറയും, അവിടെ സാധാരണക്കാരായ ആളുകളില്ലേ, അവരെ പാവങ്ങളായ ആളുകളില്ലേ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫിത്നയുടെ കാര്യം അതിനെ നിങ്ങൾ കൈപിടിക്കുന്നില്ലെങ്കിൽ അത് എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും വരിക. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒരു പറ്റം ആളുകൾ കടലിലൂടെ പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു പറ്റം ആളുകൾ കടലിലൂടെ ഒരു കപ്പലിൽ പോകുകയാണ്. താഴെയുള്ള ആളുകൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ, കുടിക്കാനുള്ള വെള്ളം കിട്ടണമെങ്കിൽ, അവരുടെ ആവശ്യങ്ങൾക്കുള്ള വെള്ളം കിട്ടണമെങ്കിൽ അവർ മുകൾ പരപ്പിലേക്ക് വരണം. അവർ മുകളിലേക്ക് വന്നാലേ കിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കേറി വരുന്നത് കണ്ടപ്പോ അവരുടെ കൂട്ടത്തിലെ ഒരാൾക്ക് തോന്നുകയാണ്,
ഇതിപ്പോ അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ കയറേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ചെറിയ ഒരു തുള തുളച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തേക്ക് വെള്ളം വരില്ലേ? നമ്മുടെ ഒരു തുള തുളച്ചാ പോരെ, ഒരു ദ്വാരം ഉണ്ടാക്കിയ പോരെ എന്ന് ആർക്കെങ്കിലും തോന്നിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന്റെ കൈ പിടിച്ചിട്ടില്ലെങ്കിൽ എല്ലാവർക്കുമാണ് പരീക്ഷണം, എല്ലാവരുമാണ് മുങ്ങിപ്പോവുക. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇത് എല്ലാവർക്കും ബാധകമാണ്. അത് കേവലം ഇസ്രായേലിന്റെ വിഷയത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ തിന്മ കണ്ടിട്ട് ആ തിന്മയുടെ കാര്യത്തിൽ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോകുന്ന ആളുകൾ ശ്രദ്ധിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണിത്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർ ബിയദി ഫഇല്ലം യസ്തതി ഫബിലിസാനി ഫഇല്ലം യസ്തതി ഫബിഖൽബി വദാലിക അദ്റഫുൽ ഈമാൻ. നമ്മൾ കഴിഞ്ഞ പല ഖുതുബകളിലും ഈ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. ഒരു തിന്മ കാണുമ്പോ, ഒരു തെറ്റ് കാണുമ്പോ, ഒരു കലാപത്തിന് ആളുകൾ നേതൃത്വം കൊടുക്കുമ്പോ, ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ അവരുടെ കൈ പിടിക്കാൻ ആരും റെഡിയാകുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ചില പരീക്ഷണങ്ങൾ വരും. അതൊരു പക്ഷേ ഈ പറയപ്പെട്ട ചെറിയ കുരുവികളുടെ വിഷയത്തിലാവാം, അതല്ലെങ്കിൽ കത്തിജ്വലിക്കുന്ന തീയിന്റെ വിഷയത്തിലാവാം, അതുമല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന്റെ വിഷയത്തിലാകാം. പല രൂപത്തിലും വരും. ഈ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ സഹായം വിശ്വാസികൾക്ക് ഉണ്ടാകും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഇവിടെ സത്യത്തിൽ അന്നുണ്ടായിരുന്ന മക്കയിലുള്ള ആളുകൾ വിശ്വാസികളൊന്നുമല്ല. പക്ഷെ അള്ളാഹുവിന്റെ ആ ഒരു കഅബ എന്ന് പറയുന്ന പവിത്രമായ കേന്ദ്രം, അത് അള്ളാഹു സംരക്ഷിക്കും. അത് ആര് തന്നെയാണ് നോക്കുന്നതെങ്കിലും ശരി, ആര് നോക്കുന്നവരാണെങ്കിലും ശരി, അള്ളാന്റെ ഒരു സംരക്ഷണം അവിടെ ഉണ്ടാകും. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടണമെങ്കിൽ അതിന് ഒരു വിശ്വാസി എന്ന നിലക്കുള്ള ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ സ്വയം പരിശോധിക്കണം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ചരിത്രങ്ങൾ ഓരോന്നും വായിച്ചു പോകുക എന്നതിലുപരിയായിക്കൊണ്ട് ഈ ചരിത്രങ്ങളിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ട് എന്താണോ ദീന്, ആ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നമ്മുടെ നാടിൻ്റെ അവസ്ഥ പലപ്പോഴും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു സത്യമാണ്. ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, നമ്മൾ വായിക്കുന്ന വാർത്തകൾ, നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ അങ്ങനെയാണ്. എന്നാൽ അവിടെ എല്ലാ ആളുകളും പറയാറുള്ള ഒരു കാര്യമാണ്, ഇന്നത്തെ തലമുറ, ഇന്നത്തെ മക്കളുടെ ഒരവസ്ഥ, അവരാണ് ഇങ്ങനെയാണ്. ഇന്നത്തെ കുട്ടികൾക്ക് തീരെ അനുസരണമില്ലാത്തൊരവസ്ഥയാണ്. ഇന്നത്തെ കുട്ടികൾ തീരെ പടച്ചോനെ പേടിയില്ലാത്തൊരവസ്ഥയിലാണ്. ഇങ്ങനെ എല്ലാവരും കുട്ടികളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അവരാണ് പ്രശ്നക്കാർ. ഇതാണ് പൊതുവേ നമ്മുടെ സമൂഹം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പറയാനുള്ളത് കുട്ടികളാണ് പ്രശ്നക്കാർ, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയാണ് പ്രശ്നം. എന്നാൽ നമ്മളിവിടെ സ്വയം പരിശോധിക്കേണ്ട ഒരു കാര്യം, ഒരു കുട്ടി ജന്മനാൽ അങ്ങനെയാണ്, ഒരു കുട്ടി ജന്മനാൽ ഈ രൂപത്തിലായിരുന്നു അല്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ പറ്റും, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ർ. എല്ലാ കുട്ടികളും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയോടെയാണ്. ഒരു അളവ് മോഷണമോ മോശത്തരങ്ങളോ തെമ്മാടിത്തരങ്ങളോ ഒന്നുമില്ലാത്ത പെർഫെക്റ്റ് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളെ ഇറക്കുന്നത്, അല്ലെങ്കിൽ ആ കുട്ടികൾ പ്രസവിക്കപ്പെടുന്നത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയാണ്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുമജ്ജിസാനിഹി ഔ യുനസ്സിറാനിഹി. അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയോ മജൂസിയോ നസ്രാനിയോ മുസ്ലിമോ ക്രിസ്ത്യനോ ഹിന്ദുവോ ഒക്കെ ആക്കുന്നത്. അവന്റെ മാതാപിതാക്കൾ. അത് കേവലം മതത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഈ കുട്ടികൾ തെറ്റുകളിലേക്ക് പോകാൻ ഒരു പരിധി വരെ കാരണം രക്ഷിതാക്കൾ തന്നെയാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. രക്ഷിതാക്കൾ തെറ്റ് ചെയ്തു എന്നതല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഒന്നുകിൽ അവരുടെ തെറ്റുകൾ മക്കൾ കാണുന്നു, അതല്ലെങ്കിൽ ഇന്നത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ രക്ഷിതാവിന് കഴിയുന്നില്ല.
അതിന് വേണ്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. പലപ്പോഴും രക്ഷിതാക്കളുടെ ഇടപെടലൊക്കെ നടക്കുന്നത് ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മാത്രമായിരിക്കും. ഒരു കുട്ടി മദ്യപിച്ചു എന്ന വാർത്ത കേട്ടാൽ ഉടനെ രക്ഷിതാവ് പ്രതികരിക്കുന്നത് എങ്ങനെയാണ്? നീ എന്നെ കുറിച്ച് ആലോചിച്ചു, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ആലോചിച്ചു, എനിക്ക് സമൂഹത്തിലുള്ള വില നീ ആലോചിച്ചു, ഇതാ പറയണത്. ആ കുട്ടിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മോനെ നിന്റെ പരലോകം എന്തായിരിക്കും? മദ്യപിക്കുന്ന ഒരാളുടെ പരലോകാവസ്ഥ എന്താ? എത്ര വലിയ കുറ്റമാണ് നിന്റെ അടുക്കൽ സംഭവിച്ചത്? മരണത്തിന് ശേഷം ഒരു ജീവിതം നീ വിശ്വസിക്കുന്നില്ലേ എന്ന് വളരെ സ്നേഹത്തോടു കൂടി ആ മകനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയാൻ പല രക്ഷിതാക്കൾക്കും സാധിക്കാറില്ല. ഒരു കുട്ടിയുടെ അടുക്കൽ തെറ്റ് കാണുമ്പോൾ ആ തെറ്റിനെ വിമർശിച്ച് ആ കുട്ടിയെ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് പലപ്പോഴും കുടുംബക്കാരിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാവാറ്. എന്നാൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. ഒരു പക്ഷേ നമ്മൾ എത്രത്തോളം ദീനിനെ മനസ്സിലാക്കുന്നുണ്ടോ അതിലേറെ നമ്മുടെ മക്കൾ ദീനിനെ മനസ്സിലാക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമ്മൾ ആ ദീനിനെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നതാണ്. ഞാൻ ഈ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളോടും ചോദിക്കാം, നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കാം, നമ്മുടെ കുട്ടിക്ക് നമ്മൾ ദീന് പഠിപ്പിച്ചു കൊടുത്തത് എപ്പോഴാണ്? നമുക്ക് പറയാനുണ്ടാകാൻ എന്താണെന്നറിയാം, ഞാൻ എൻ്റെ കുട്ടിനെ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ കുട്ടിനെ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്. ശരി, എപ്പോ? എത്രാം ക്ലാസ് വരെ? 4ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ 5ാം ക്ലാസ് വരെ. ആ സമയത്ത് ആ കുട്ടിയുടെ പ്രായം എന്ന് പറഞ്ഞാൽ 10 വയസ്സാണ്, അല്ലെങ്കിൽ 11 വയസ്സ്. പലപ്പോഴും കുട്ടികൾ സ്വന്തമായ ചില നിലപാടുകളിലേക്കും അഭിപ്രായങ്ങളിലേക്കും മാറുന്നത് ഈ പ്രായം കഴിഞ്ഞിട്ടാണ്. പക്ഷെ ആ സമയത്ത് ആ കുട്ടിയെ നേർവഴിയിലാക്കാനോ ആ കുട്ടിയെ ബോധ്യപ്പെടുത്താനോ പലപ്പോഴും അതിനുള്ള സൗകര്യങ്ങളില്ലാത്തൊരവസ്ഥയിലാണ് നമ്മൾ കാണാറുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇത്രയും ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ മക്കൾ കാണണം, അവർ കേൾക്കണം, അവരറിയണം എന്തിനെ കുറിച്ച്? അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച്, സ്വർഗത്തിലെ സന്തോഷങ്ങളെ കുറിച്ച്. ഇതെല്ലാം അവരറിയണമെങ്കിൽ ഒരു പക്ഷേ നമ്മളെന്ന് പറയുന്ന വാപ്പ പറഞ്ഞാൽ അവർക്ക് അത്ര ബോധ്യപ്പെടണമെന്നില്ല, നമ്മളെന്ന് പറയുന്ന ഉമ്മ പറഞ്ഞാൽ ഒരു പക്ഷേ അവർക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അറിവുള്ള ആളുകൾ അവരുടെ ഓരോ ചോദ്യങ്ങളും കൃത്യമായി അതിനുള്ള മറുപടികൾ പറഞ്ഞുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തിയാലോ അവർക്കത് ബോധ്യപ്പെടും. ചിലപ്പോഴൊക്കെ ഈ 12-13 വയസ്സുള്ള സമയത്താണ് കുട്ടികൾ പല ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അവർ കേട്ടതുമായ, അവർ കണ്ടതായ, അവർ അറിഞ്ഞതായ പല ചോദ്യങ്ങളും. ഒരു പക്ഷെ ഇത് ചോദിക്കുന്നത് ആരോടാ? വാപ്പയോടാണ്, അല്ലെങ്കിൽ ഉമ്മയോടാണ്. ഉത്തരം അറിയൂലെങ്കിൽ ഉടനെ ദേഷ്യപ്പെടാൻ രക്ഷിതാക്കൾ. ഉത്തരം അറിയൂലെങ്കിൽ ഞാനതൊന്ന് അന്വേഷിക്കട്ടെ, ഞാനൊന്ന് ഉസ്താദിനോട് ചോദിക്കട്ടെ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മറുപടി ഒന്ന് പരിശോധിച്ചു നോക്കട്ടെ എന്ന് പറയൂല. ഇനി മേലാൽ അങ്ങനത്തെ ചോദ്യം ചോദിക്കരുതെന്ന് പറയും. അതല്ല ഉത്തരം. നമ്മൾ അവർക്ക് കൃത്യമായി, കാരണം ഇന്ന് മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ എത്രയോ ഉയരത്തിലാണ്, അവരുടെ പല ചിന്തകളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആ മക്കള് കൃത്യമായി ദീന് മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്കും അതിനെ സംശയങ്ങൾ ദൂരീകരിക്കുന്ന ഒരവസ്ഥയിലേക്കും എത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു സൗകര്യം ഈ വരുന്ന 11-ാം തീയതി പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ട് നടക്കണം. 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച് പിന്നെ 8, 9, 10, +1, +2, ഡിഗ്രി, PG തരത്തിലുള്ള കുട്ടികൾ വരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും അവിടെ സൗകര്യമുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആയിരക്കണക്കിന് മക്കൾ അവിടെ പങ്കെടുക്കുന്നു. അത് കേവലം ഒരു സമ്മേളനത്തിനു വേണ്ടി നടത്തുന്ന സമ്മേളനമല്ല, മറിച്ച് ഓരോ കുട്ടിയുടെയും വീട്ടിൽ പോയി അവരെ കൃത്യമായി കണ്ട് ബോധ്യപ്പെടുത്തി അവരുടെ ഓരോ യൂണിറ്റ് തലത്തിലുള്ള വിദ്യാർത്ഥി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ കുട്ടിക്കുള്ള സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി അവിടെയുള്ള പവലിയൻ തയ്യാറാക്കിക്കൊണ്ട് അതിനുള്ള പണ്ഡിതന്മാരെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പൊതുവായ സമ്മേളനങ്ങളുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ മക്കൾ അതിൽ എത്തുന്നുണ്ട് എന്നത്. എൻ്റെ മകൻ തീർച്ചയായും ആ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എൻ്റെ കുട്ടി അവിടെ ഉണ്ടാവണം, എൻ്റെ മോൾ അവിടെ ഉണ്ടാവണം എന്ന ഒരു ചിന്ത, അതൊരിക്കലും ഒരു കൂട്ടായ്മയിലേക്ക് ആളച്ചേർക്കാൻ വേണ്ടിയല്ല ഈ പറയുന്നത്. മറിച്ച് എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് പല ആളുകളും പറയാറുള്ളത്. നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ വിളിച്ചിട്ട് പറയും, കുറച്ച് സമയം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? എൻ്റെ മോന്റെ വിഷയത്തിലാണ്, എൻ്റെ മോളെ വിഷയത്തിലാണ്. വളരെ വളരെ ഗൗരവപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായി. പ്രിയപ്പെട്ടവർ, എല്ലാം സംഭവിച്ചിട്ടാണ് നമ്മൾ പരിഹാരങ്ങൾ അന്വേഷിക്കുന്നത്. ആ സംഭവിക്കുന്നതിന് മുമ്പേ, നമ്മുടെ കുട്ടികളിൽ കൂട്ടുകെട്ട് മോശമാകുന്നതിന് മുമ്പ്, തിന്മകൾ അവരിലേക്ക് വേരൂന്നുന്നതിന് മുമ്പ്
അവരെ കൃത്യമായി നല്ല മക്കളാക്കി മാറ്റാൻ, അവരുടെ തെറ്റുകളിൽ നിന്നെല്ലാം അവരെ മാറ്റി നിർത്താനുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു സംഭവം എന്നതുകൂടി നമ്മൾ ഓർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയെല്ലാം സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ഈ ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ മാറ്റുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. Peace Radio. Tune to reality.